Welcome back everyone to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. വളരെ രസകരമായ ഒരു എപ്പിസോഡിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. കുളായ അല്ലേ? അത് അവർക്ക് അബദ്ധമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മളൊരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുക്കിങ്ങിന്റെ മത്സരത്തിൽ നമ്മുടെ റെഡ് ടീം ഒരു ചെറിയ അബദ്ധം കാണിച്ചു. ആ കാണിച്ച അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ താഴെ വീണ പ്രോൺസ്, അതും പ്രത്യേകിച്ച് മീറ്റ് മറ്റ് സാധനങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ് കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കഴുകാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഫുഡ് പോയ്സണിങ്ങിനും ഒക്കെ കാരണമാവാം. അപ്പോൾ ആ സമയത്ത് അവർക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരത് അതുപോലെ എടുത്തിട്ട് ഉപയോഗിച്ച് അത് കുക്ക് ചെയ്താണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. സ്വാഭാവികമായും ആ സമയത്ത് ബ്ലൂ ടീം ജയിക്കുകയാണ്, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾ വാട്ടർ അണ്ടർ ദ ബ്രിഡ്ജ് അല്ലേ? നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ രണ്ട് ടീമിനെയും ഇങ്ങോട്ട് നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. ഷെഫ് അല്ലേ? അപ്പൊ റെഡ് ടീം ആൻഡ് ബ്ലൂ ടീം പ്ലീസ് കം. ഇതാണ് റെനിൽ. അവർ ആദ്യമേ ജയിച്ചിരിക്കുകയാണ്. യെസ്, ലിഞ്ചു ആദ്യമേ ജയിച്ചു. കാരണം വെച്ചാൽ നിങ്ങൾ മറ്റേ ഡിസ്ക്വാളിഫൈഡ് ആണല്ലോ. അപ്പോ ലിഞ്ചു, അതുപോലെ വിവേക്. ആദ്യം ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് വളരെ വ്യക്തമാക്കണം. മറന്നുകൊണ്ടല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു മിസ്റ്റേക്കാണ്. ഒരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് എന്തുകൊണ്ട് എന്നുള്ളത് ഷെഫ് പറയും ആദ്യം. അങ്ങനെ ഒരു കണ്ടാമിനേഷൻ വരുമ്പോൾ ഉണ്ടാവാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കിച്ചണിൽ എന്താണ് ചെയ്യുക? ഡെഫിനറ്റ്ലി ഇതിപ്പം നമ്മളൊരു അത് വെജെന്നോ നോൺ വെജ് എന്നുള്ളതല്ല. ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പം ഞാൻ അന്ന് ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആഹാരം ആർക്ക് കൊടുക്കുന്നോ അവർക്ക് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലും നല്ലതായിട്ടും നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ബെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആളുടെ റെസ്പോൺസിബിലിറ്റി. ബാക്കി കണ്ടാമിനേഷൻ പോട്ടെ, ദാറ്റ് ഈസ് സെക്കൻഡറി. ബട്ട് ദെൻ ഫസ്റ്റ് ഈസ് ലൈക്ക് യു ഹാവ് സർട്ടൻ റെസ്പോൺസിബിലിറ്റി. യു ഡു എ മിസ്റ്റേക്ക്, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് അവരെ അറിയിക്കുക. അതൊന്ന്. രണ്ടാമത്തെ ഓഫ് കോഴ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇന്നത്തെ ഡേറ്റിൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്താൽ മാറുന്ന ബാക്ടീരിയസും വൈറസും ഉള്ള ലോകമല്ല ഇന്ന്. വാട്ട് ഇഫ് സംബഡി ഗെറ്റ്സ് ഇൽ, ഭയങ്കരമായിട്ട് ഒരു അസുഖം വന്ന് ഒരു ഛർദിലും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? ഫുഡ് പോയ്സണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഛർദിലോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല. പല സമയത്തും ദാറ്റ് ക്യാൻ ഈവൻ ടേക്ക് സമൺസ് ലൈഫ് അല്ലേ? അപ്പം ദാറ്റ് ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. ആസ് എ ഷെഫ് ഐ ഫീൽ ദാറ്റ്സ് എ ക്രൈം. അതുകൊണ്ടാണ് അന്ന് ഞാൻ കുറച്ച് ഇമോഷണലായി പോയത്. ഞാൻ നിങ്ങളോട് കുറച്ച് കൂടുതൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇവൻ മിഥുൻ വാസ് അപ്സെറ്റ് അബൌട്ട് ദാറ്റ്. മിഥുനും ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ നിങ്ങളോട് ആ ഒരു ഭയങ്കര ദേഷ്യത്തോടെ സംസാരിച്ചു. പക്ഷേങ്കിൽ ഇറ്റ് വാസ് വെരി നാച്ചുറൽ. നമ്മളത് കാണുമ്പം നമുക്ക് അറിയാതെ വരുന്നൊരു കാര്യമാണ്. മനസ്സിലായല്ലേ? സോ എനിവേസ്, ലൈക്ക് മിഥുൻ സെഡ്, ഡെഫിനറ്റ്ലി നിങ്ങളിത് മനസ്സിൽ വെക്കും, നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങളെ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിൽ വെച്ചിട്ട് ഇൻ ഫ്യൂച്ചർ യു വിൽ നെവർ ഇവൻ തിങ്ക് ഓഫ് ഡൂയിങ് ലൈക്ക് ദാറ്റ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഷോ മുമ്പോട്ട് പോകാൻ ഇവിടെ ഒരുപാട് പേര് ചർച്ച ചെയ്തു. ആക്ച്വലി നമ്മൾ അത്രയും എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നിന്നായിരുന്നു നമ്മളത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ബ്ലാങ്ക് ആയിപ്പോയ അവസ്ഥയാണ് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞ വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. പക്ഷെ രണ്ടുപേർക്കും ഒരേപോലെ അബദ്ധം പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി തോട്ട് ത്രൂ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് എന്നെ ഒരു രീതിയിൽ ഇതായിട്ട് ചിന്തിക്കരുത്. നോർമലി അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ അത് ഒരാൾക്കൊന്ന് വീണ്ടും വിചാരത്തിൽ ചിന്തിക്കാമല്ലോ. ആയിപ്പോയി ഞങ്ങൾക്ക്. അല്ല, ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നത്. മനസ്സിലായി, നമ്മളതെല്ലാം വിട്ടുകഴിഞ്ഞു. ഇനി അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് വിടാം, മുന്നോട്ട് പോവാം. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യില്ല നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അബദ്ധത്തിലാണ് പറ്റിപ്പോയത്. ആണാണ് അബദ്ധത്തിൽ പറ്റിയതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കാണാത്തെന്താ? നിങ്ങൾ തൊട്ടടുത്തിരുന്നല്ലേ കുക്ക് ചെയ്യുന്നത്, പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തത്? സത്യം പറ, നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ലേ? കണ്ടു. പക്ഷേ ഉമ്മറിനെ പോലത്തെ കണ്ണുണ്ടല്ലോ, എന്നിട്ട് എന്താ കാണാത്തത്? കണ്ടിരുന്നു. അല്ല, അത് തന്നെ എടുത്തിടുന്ന എനിക്കറിയില്ലായിരുന്നല്ലോ. അതൊക്കെ അല്ല, നിങ്ങൾ കണ്ടു, അവരിടുന്ന കണ്ട് നിങ്ങളുടെ കണ്ടത് നിങ്ങൾ ഈക്വലി. അല്ലല്ല, ഞങ്ങള് വീഴുന്ന കണ്ടിരുന്നു. അവരുടെ കുക്കിങ്ങിലല്ല കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വിട്ടേക്കാം, ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ് നമ്മളത് വിടുന്നു. ആബ്സല്യൂട്ട്ലി ഫൈൻ. നമുക്ക് ഇന്നത്തെ
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നത്തെ വിന്നർ ബ്ലൂ ടീം. അത് ഭയങ്കര രസമായി. നിങ്ങൾക്ക് 2 പോയിന്റ്, ഇവർക്ക് 2 പോയിന്റ് ഇപ്പൊ അല്ലേ? അപ്പോ നമ്മൾ ഫിനാലയിലോട്ട് അടുക്കുമ്പോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിജയി അടുത്ത ഫിനാലയിൽ അറിയാൻ സാധിക്കും. കറക്റ്റായിട്ട് ഇതിനകത്ത് ഡ്രോയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ഒരാൾക്കല്ലേ കിട്ടുള്ളൂ അല്ലേ? നോക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതേപോലെ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. കുറെ കാലമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാ മത്സരത്തിലും നമ്മൾ തോറ്റുകൊണ്ടിരിക്കാണല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചതാണ്, പാടാൻ പറ്റില്ല. എല്ലാ ഇതിലും തോറ്റുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പാടാൻ പറ്റില്ല. ഫിനാലിൽ ജയിച്ചു കഴിഞ്ഞാൽ പാടിയാ പോരെ? അല്ല, ഇതിപ്പോ പാടാം, ഉറപ്പില്ലല്ലോ നമുക്ക്. ജയിക്കൂല്ല നമുക്ക് ഉറപ്പില്ല, മത്സരമല്ലേ. അപ്പൊ പാടിക്കോട്ടെ. കുറച്ച് വരികൾ ഞാൻ എഴുതി വെച്ച, കഷ്ടപ്പെട്ട് എഴുതി വെച്ചതാണ്. മിമിക്രിക്കാരുടെ സ്വന്തം ദുബായിലുള്ളൊരു ആർജെ ആർത്തു വിളിച്ചുള്ള ആങ്കറിങ് കണ്ടാൽ ഓഡിയൻസ് കോരിത്തരിക്കും. വേദിയിലാണ് ചന്തം ബാച്ചിലേഴ്സ് കിച്ചന്റെ പുണ്യം. ബാച്ചിലേഴ്സ് കിച്ചണിൽ ആങ്കറിങ് ചെയ്യുന്ന മിഥുനേട്ടനെയാണ് എനിക്കിഷ്ടം. ചെയ്യുന്ന ഷെഫിനെ കൂടെ ഒന്ന് ഉണ്ണോളൂ ചെയ്യായിരുന്നു. അല്ല, നിസാമൊക്കെ പാടി, നിസാമൊക്കെ വന്നിട്ട് എല്ലാ ദിവസം പണി തന്നോണ്ടിരിക്കുക. നല്ലൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പാത്രം കഴുകി അത് കഴുകി കൊണ്ടുപോകണം, അമേരിക്കയിൽ കൊണ്ടുപോകണം. പണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ എഴുതി ടീച്ചർമാരെ നമുക്ക് ഇഷ്ടമാണോ? നമ്മളെ ബോസുമാർ സ്ട്രിക്റ്റ് ആയി നമുക്ക് ഇഷ്ടമാണോ? അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരോടൊരു പേടി കലർന്ന ബഹുമാനം ഉണ്ടാവും. ഇങ്ങനെയുള്ള പാട്ടൊന്നും എഴുതല്ലേ, ഇങ്ങനെ പണിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക് യു കേട്ടോ. അതെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസ് മാംഗോ കറി ഇവരുണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പ്രോൺസ് മാംഗോ കറി ഇവിടെയുള്ള യുഎയിലെ റെസ്റ്റോറൻറ്റുകളിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റ് സെല്ലിംഗ് ഐറ്റം. അത് നമ്മുടെ ഷെഫ് സിനു വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് we will come back after the break. അപ്പോൾ ഒരു ബ്രേക്കിന് പോവാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 powered by DAC and Persilil. A short break. നിസാമേ, ഒന്ന് പെട്ടെന്ന് സമയമായി. സാറല്ലേ പറഞ്ഞത് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാണ്, 10 സമയം എടുക്കൂലേ? അതിന് സമയമൊന്നും വേണ്ട, നിനക്ക് ഡാക് ഗോൾഡ് ഞാനല്ലേ വാങ്ങിച്ചെന്നേ, അതുപോലെ. ബാക്ക് ഗോൾഡൊക്കെ ഉണ്ട്, ശരിയാണ്, ഇതൊക്കെ ആവുന്നുണ്ട്. എന്നാലും സാറ് പറയുമ്പോൾ കേൾക്കട്ടെ, അമേരിക്ക നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഡാക് ഗോൾഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് കിച്ചൺ ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ 3 സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്താണത്? ഒന്ന് നമ്മുടെ ഹൈജീൻ അല്ലേ? ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആയതുകൊണ്ട് 99.9% ബാക്ടീരിയനെ റിമൂവ് ചെയ്യും. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ എന്താണ്? ടഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെയിൻസ് കിച്ചണല്ലേ, എണ്ണ അത് ഇത് ഗ്രേവി ഒക്കെ വീണ് കുളമായി കഴിയുമ്പോൾ അതിനെ നല്ല നിഷ്പ്രയാസം അത് തുടച്ചു നീക്കാൻ പിന്നെ സഹായിക്കും. 2. മൂന്നാമത്തെ എന്താണ്? അത് വെച്ച് നമ്മളൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ഡാക് ഗോൾഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റ് കുറേ നേരം ആ കിച്ചണിൽ തന്നെ നിൽക്കും. അത് സത്യം അല്ലേ? അപ്പൊ സ്റ്റാർ ആരാ? ഡാക് ഗോൾഡ്. അപ്പം നടക്കട്ടെ. ഓക്കെ സാർ. Welcome back to Asianet Bachelor's Kitchen Season 3 powered by DAC and Persil. ഇനി കുക്കിംഗ് ടൈം ആണ്. 7-star പ്രോൺസ് മാംഗോ കറി അതാണ് നമുക്ക് വേണ്ടത്. ഓ ഡെഫിനറ്റ്ലി. ഒരു സ്റ്റാർ പോലും കുറയ്ക്കാൻ നമ്മൾ ഒന്നും കുറയാൻ സമ്മതിക്കില്ല. ഞാൻ 7 ഞാൻ 8 ആക്കി കളയും. അത്രയും കൂട്ടരുത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പോഴേ നമുക്ക് ഓവർ ബഡ്ജറ്റ് ആണ്. സ്റ്റാർ കൂടുന്തോറും അതെ, സ്റ്റാർ കൂടുന്തോറും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടുകയാണല്ലോ. ആ മല്ലിയിലേക്ക് ഇപ്പൊ വളർന്ന് മരമായി കണ്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. വരൂ, കുക്കിംഗ് സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഉലുവ. കുറച്ച് ഉലുവയുടെ അല്ലേ? ഉലുവ പറയുമ്പോൾ ഉലുവ നമ്മൾ ആദ്യം വറുത്താണ് ആദ്യം ചെയ്യുന്നത് അല്ലേ? ഈ ഫിഷ് കറി പ്രത്യേകിച്ച് ഈ ഉലുവയുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. ഇതിനകത്തൊരു ഫ്ലേവർ എൻഹാൻസ്മെൻറ്റ് അത് ഇട്ടില്ലെങ്കിൽ നമ്മളറിയും. ഇട്ടാൽ ആ ഒരു 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 ഡിഫറെൻ്റ് ഒരു പഞ്ചുണ്ട് ഉലുവയ്ക്ക് മാത്രമായിട്ടുള്ള. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ചുവന്ന കറിയില്ലേ, അതിനകത്താണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രോൺസ് മാംഗോ കറിയും അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെ, ഞാൻ ആദ്യം ഉള്ളി ഇടുകയാണേ. കറിവേപ്പില വേണമെങ്കിലും ഇടാം, പക്ഷേങ്കിൽ ഉള്ളി കുറച്ചൊന്ന് വറുത്ത് ഒന്ന് അതിൻ്റെ ഒരു ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷമാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇത് ജിഞ്ചർ സ്റ്റിക്സ് ആണോ? അതെ, വെച്ചിരിക്കുന്നത്.
ഇതെല്ലാം ഇത്തവണത്തെ കട്ടിങ് സ്റ്റൈല് ടോട്ടലി ഡിഫറെന്റ് ആണല്ലോ. ഇതെല്ലാം നേരിയ രീതിയിൽ നെടുകയാണല്ലോ. ഒരേ ഒന്നിൽ നമ്മൾ ചോപ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ചോപ്പ് ചെയ്യുക, നമ്മൾ സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്ലൈസ് ചെയ്യുക. ജൂലിയൻസ് മാതിരി, ഇതിന് ജൂലിയൻസ് പറയും, മാച്ച് സ്റ്റിക് സ്റ്റൈൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം അതിന് അതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട്. രണ്ടാമത് അതിന്റെ കുക്കിങ്ങും ഈവൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അറിയാമല്ലോ. ആദ്യം ചെറുതായിട്ടുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും, മറ്റേത് കരിയാനും കുക്ക് ചെയ്യാനും സമയമില്ല. അതെ. സോ ഇത് നമുക്ക് ഇതിനെ കൂടുതൽ ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. സോ സ്ട്രേറ്റ് അവേ വി ആർ ഗോയിങ് വിത്ത് സ്പൈസസ് ഓൾസോ. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം കറി ലീവ്സ് ആദ്യം ഇടുകയാണ്. കുറച്ച് പച്ചമുളക് ഇടാം. കൈവശം കൊടുത്തിരിക്കുന്ന ആളാണ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നമ്മുടെ നാടൻ ഫിഷ് കറിയിൽ ശകലം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളുത്തുള്ളി നെടുകെ കീറിയത് അല്ലേ? അതെ. ഇനിയും നമുക്ക് മസാല ഇടാം. ഓക്കെ. ഗരം മസാല. ഇത് മല്ലിപ്പൊടി ഒന്ന് തീ കുറച്ച്. അതെ, അറിയാതെ ഗരം മസാല അല്ല തീ ഒന്ന് കുറച്ചിട്ട് ഒരു സ്പൂണ്. അത് നല്ലതായിരിക്കും. ഇവിടെ ഞാൻ തുമ്മി മരിക്കും. ഇത് കശ്മീരി ചില്ലിയാണ്. അതെ. ഇവിടെ സാധാ മുളക് പൊടി വേണ്ട, ഇടണമെന്നില്ല. നമ്മൾ പച്ചമുളക് നല്ലപോലെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി പ്രോൺസ് ഇടാം കേട്ടോ. ഏകദേശം ഒരു 250-300 ഗ്രാം പ്രോൺസ് ഉണ്ട്. ഇത് പ്രോൺസ് നമുക്ക് ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ഇത് ചെയ്യാം അല്ലേ? അതെ. ഇതിനകത്ത് വറക്കേണ്ടതോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കാര്യം വെച്ചാൽ ഈ പ്രോൺസ് എത്രയും ഡെലിക്കേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നു അത്രയും അതിന് ഫ്ലേവർ ഉണ്ടാവും. ഉപ്പ് ആദ്യത്തെ ആവശ്യത്തിന് ഉപ്പ്. അതെ, ആദ്യത്തെ ലെയർ ഉപ്പ് ഞാൻ ചേർത്തു. മറ്റേ മസാല അടിച്ച് ചേർന്ന് നമുക്ക് നേരെ അതിൻ്റെ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഓക്കെ. ഇതിപ്പോൾ തിന്നർ വേർഷനാണ്, രണ്ടാം പാൽ. അതെ. പിന്നെ ആ ഒരു പ്രോൺസ് വേവാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. വളരെ കുറച്ചാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഗ്രേവിയുടെ ഒരു തിക്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? തീർച്ചയായും. അതെ. അപ്പോൾ ഞാൻ മാങ്ങ ഇടാൻ പോവാണ്. കുറച്ച് കൂടുതലിട്ടുന്നു, ബിക്കോസ് അതൊന്ന് പുളി ഇറങ്ങാൻ വേണ്ടിയാണ്. ഇപ്പോൾ കിട്ടുന്ന മാങ്ങ ഒരുമാതിരിപ്പെട്ടെല്ലാം കുറച്ച് പുളി ഇല്ലല്ലോ അല്ലേ? പക്ഷെ മാങ്ങ വിൽ നോട്ട് ബോദർ യു മച്ച്. പക്ഷെ ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിട്ടതാണ്, ബിക്കോസ് ആ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങണം. ആ ഒരു പച്ചമാങ്ങയുടെ മണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാംഗോ മീൻ കറിക്ക് രസമില്ല. അതെ. ഇനി ഇതിനകത്ത് ഒരു കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കോക്കനട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു റിച്ച്നെസ്സിന് വേണ്ടി മാത്രം. ആ തേങ്ങാപ്പാലും കൂടി അങ്ങ് ചേർന്ന് വരുമ്പോ സംഭവം കിടുവായി. ഇനി നമുക്ക് ബാക്കിയുള്ള ഉപ്പൂടെ ഒന്നുകൂടെ ചേർത്ത് ഫൈനൽ ടച്ച് ഓഫ് ദ സോൾട്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ചെറിയൊരു കടുവറക്ക ടെമ്പറിംഗ് പറയും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാതെ നമുക്ക് ഇത് ഇങ്ങനെ സെർവ് ചെയ്താലോ? പിന്നെന്തോ അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്ത് ഇപ്പൊ മറ്റേ റെയിൽവേ മട്ടൻ കറി എന്നൊക്കെ പറഞ്ഞ സാധനം എങ്ങനെയെന്ന് അറിയോ? അത് കുക്ക് ചെയ്ത് പ്രഷർ കുക്കറിൽ. അതെ, എനിക്കറിയാം. ഇപ്പൊ ഭയങ്കര അങ്ങനത്തെ ഇപ്പൊ സെർവിങ് സ്റ്റൈലേ മാറിയല്ലോ. കാരണം കുറച്ച് റസ്റ്റിക് സെർവിങ് ഭയങ്കര ഹിറ്റാണ് ഇപ്പൊ. അത് ഈ ഹോം മെയ്ഡ് ആയതുകൊണ്ട് കാണാനും വൻ ലുക്ക് അല്ലേ? കറക്റ്റ്. അപ്പൊ ഞാൻ ഇത് അടച്ചിട്ട് ഇത് ഓഫ് ദി ഫ്ലെയിം ആക്കാൻ പോവാണേ. അപ്പൊ അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് മറ്റേ ആ ഒരു സിമ്മർ ചെയ്യട്ടല്ലേ? അപ്പൊ ഇനി പ്ലേറ്റ് ചെയ്യണം, നേരെ ടെമ്പർ ചെയ്ത് അത് ഇങ്ങോട്ട് മാറ്റി വെക്കണം. പ്ലേറ്റിംഗ് അല്ലേ ഇത്തവണ നമ്മൾ സ്ട്രൈറ്റ് അല്ലേ? അപ്പൊ അതിലേക്ക് കിടക്കാം. പക്ഷെ അതിനുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരട്ടെ. അപ്പോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സണിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വെൽക്കം ബാക്ക് ടു ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ ഡാക് ആൻഡ് പേഴ്സൺ. ടെമ്പറിംഗിലേക്ക് കിടക്കാൻ പോവാണ്. കടുക് വറുക്കുന്നു, അതാണ് ടെമ്പറിംഗ്. എന്താ ഓക്കെ. നമ്മൾ ബാക്കിയുള്ള കറിവേപ്പില ഇട്ടു.
സോ യുവർ പ്രോൺസ് മാംഗോ കറി ഈസ് റെഡി. റെഡി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഇങ്ങോട്ട് വിളിക്കാം, അവർക്കും ടേസ്റ്റ് ചെയ്യാം നമ്മുടെ 7 സ്റ്റാർ പ്രോൺസ് മാംഗോ കറി. പറഞ്ഞ എന്തോ തരാന്ന് പറഞ്ഞില്ല ഇതിൻ്റെ കൂടെ? എന്ത് പണിയായിരിക്കും? അല്ല എന്തോ ഞാൻ തരാം. അത് വെച്ചിട്ടുണ്ട് ഞാൻ. അവര് നമുക്കെന്തോ തരുന്നത് ഇല്ല. ഞാൻ തരാം ഡെഫിനറ്റ്ലി. ഇതിൻ്റെ ഒരു പറ്റിയൊരു കോമ്പിനേഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഐ ആം ഗോണ ബ്രിങ് ദാറ്റ്. ഓക്കെ. നമ്മുടെ ആ കറി റെഡി ആയിട്ടിരിക്കുന്നു, പ്രോൺസ് മാംഗോ കറി. ഷെഫ് എന്തോ ഒരു സാധനം എനിക്ക് കൊണ്ടുവരാന്ന് പറയും ഇതിന്റെ കൂടെയുള്ള കോംബോ. ഞാൻ നേരത്തെ പറഞ്ഞ ചോറിനേക്കാൾ കിടിലൻ കോംബോ ആണെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഷെഫ് എവിടെ? ഞാൻ ഇവിടെ. ഓഹോ, പൊളി. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഓയ്യോ സത്യം. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് പൊറോട്ട. അതാ രണ്ടും ഞാൻ കരുതിയത്. അടിപൊളി. ഓ ഇത് ചേർത്ത് കഴിക്കാം. വെയിറ്റ്, നമുക്ക് നമ്മുടെ പിള്ളേരെ കൂടി വിളിക്കണ്ടേ? ഓ യെസ്. അപ്പോ പ്രോൺസ് മാംഗോ കറിയുടെ ടേസ്റ്റ് ടെസ്റ്റിനായിട്ട് ലെറ്റ്സ് വെൽക്കം ദ റെഡ് ടീം ആൻഡ് ദ ബ്ലൂ ടീം. വെൽക്കം. ആവേശം എവിടെ? വാ വരൂ അടുത്തോട്ട് വരൂ. കഴിച്ചു നോക്കണ്ടേ? കഴിച്ചു നോക്കണമെങ്കിൽ ആദ്യം പോയി കൈ കഴുകിയിട്ട് വാ. കാരണം പൊറോട്ട ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു 100% പ്രൊട്ടക്ഷൻ വേണം. പോയി ചെന്ന് കഴിക്കണം. ലൈഫ് ബോയ് വെച്ച് കഴിക്കണം. എടാ മതിയടാ, ഇത്ര സമയം എടുത്ത് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ലൈഫ് ബോയുടെ ടോട്ടൽ 10 ഹാൻഡ് വാഷ് അല്ലേ? ഇതിൽ ആക്റ്റീവ് സിൽവർ ഫോർമുല ഉണ്ട്. 99.9% ജേംസിനെ കൊല്ലാനായിട്ട് 10 സെക്കൻഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോ ലൈഫ് ബോയ് ഹാൻഡ് വാഷിൽ 100% ജേം പ്രൊട്ടക്ഷൻ കിട്ടിയില്ലേ? പിന്നെ ഇനിതാ പതുക്കെ ഐശ്വര്യമായിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ? ഞാൻ പൊറോട്ടയില്ല. ആരാ കല്ലപ്പത്തിന്റെ ആൾക്കാർ? അതെ പൊറോട്ടയില്ലേ? നമ്മൾ പൊറോട്ട, അവിടെ കല്ലപ്പത്തിന്റെ ആൾക്കാർ. എനിക്ക് കല്ലപ്പം അല്ലേ? സ്പൂൺ എടുക്ക്. പുള്ളിയുള്ള മാങ്ങാക്കറി ഉള്ളല്ലോ. അപ്പോൾ ഇനി ഞാൻ പറയാം. കല്ലപ്പവും ഞങ്ങൾ രണ്ടും എടുക്കും. അതിലൊക്കെ മുക്കി. അതെ സ്പൂൺ എടുത്തു. ഒരു മുഴുത്ത പീസ് പ്രോൺ എങ്ങനെയുണ്ടല്ലേ? പൊളിയല്ലേ? അടിപൊളി. എങ്ങനെയുണ്ട്? മാംഗോടെ അതങ്ങനെ വന്നു എന്ന് വെച്ചാൽ അവർക്ക് കുക്കി അറിയാന്നുള്ളതുകൊണ്ട് വന്നതോ? നമ്മൾ ഇത്ര പാടമായ ടേസ്റ്റിംഗേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഈറ്റിംഗ് പറഞ്ഞിട്ടില്ല. പ്രോൺസ് കറക്റ്റ് വേവ് അല്ലേ? ഒട്ടും റബ്ബറി ആയിട്ടില്ല. നോർമലി റബ്ബറി ആയി പോകും. അല്ല ഇത് മാത്രമല്ല, ഇതിന്റെ കറി ഞാനത് അത് പറഞ്ഞേ പറ്റുള്ളത്. ആ കടുകൊക്കെ ഇട്ടിട്ട് ആ കറിയുടെ ഫ്ലേവർ അസാധ്യമായിട്ടുണ്ട്. നല്ല ഫീലുള്ള. താങ്ക് യു. അടിപൊളി കറി. ആ രക്ഷയില്ല. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ അല്ലേ? നമുക്ക് ഈ സമയത്ത് ഒരു പാട്ട് വേണ്ടായിരുന്നല്ലേ? അല്ലേ? നാറല്ലേ പാടാനായിട്ട് മൈക്ക്. ലെറ്റ്സ് ഗോ. അപ്പൊ എന്തായാലും നമ്മളെ പ്രോൺസ് മാംഗോ കറി അതിഗംഭീരമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തെന്ന ഷെഫിന് വേണ്ടിട്ട് ആയിക്കോട്ടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാരും കൂടെ അല്ലേ? എല്ലാരും ഒന്നിച്ചുള്ള പാട്ട് ഉഷാറായിട്ട് തുടങ്ങാം. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, മാനത്തെ വെള്ളി നിലാവിന്റെ വട്ട മുഴുവനുമുള്ള മുഖമാണ്, മാനത്തെ വെള്ളി നിലാവിന്റെ വട്ട മുഴുവനുമുള്ള മുഖമാണ്, ചേലത്ത മാൻമിഴി കണ്ണാണ്, പഴന്തക്കാളി ചിന്തിയ ചുണ്ടാണ്,
ചേലത്ത മാൻമഴ കണ്ണാണ് പഴതക്കാളി ചിന്തിയ ചുണ്ടാണ് എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ കത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി മനസ്സിലായി. എന്തിന് ഷെഫിന് ഇത് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് മാത്രം മനസ്സിലായില്ല. ഷെഫിനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് ചോദിച്ചോട്ടെ. ഷെഫിന് അങ്ങനെ ഉണ്ടകണ്ണുള്ള പെണ്ണൊരുത്തി എന്ന് വിളിച്ചാൽ അങ്ങനെ സന്തോഷം വരും. അത് ഷെഫിനോട് ചോദിക്കണം. അതല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലോട്ടാണ് ആ, പോകുന്നത്. അതെ, അതെ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ മഞ്ഞക്കിളി ഉണ്ടക്കണ്ണും ഇതെല്ലാം പറഞ്ഞു പറ്റിക്കാൻ ഭാര്യ ചോദിക്കും മനുഷ്യ ഇത് ആരെ പറ്റിയാണ് അവർ പറഞ്ഞത്. അതെ ആരെ പറ്റി പറയൂ അപ്പം. ശരി, തൽക്കാലം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഷെഫിന്റെ അടുത്ത എപ്പിസോഡിൽ ഷെഫ് ഉണ്ടോ ഇല്ല എന്നുള്ള അനുസരിച്ച് തീരുമാനിക്കുകയാണ്. അപ്പോ ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 അടുത്ത നമ്മൾ എപ്പിസോഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുകയായിരിക്കും. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. ഏഷ്യനെറ്റ് ബാച്ചിലേഴ്സ് കിച്ചൺ സീസൺ 3 പവർഡ് ബൈ DAC and Percy. See you in the next episode. Take care and bye everyone. ബൈ.